പിടിച്ചോളെ നൈസായിട്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്, വീണ് പോവില്ല. ചേടാ ഒന്ന് തുണി കൊടുക്കണമെങ്കിൽ വരെ ക്യാമറാമാൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. എന്തൊരു ജീവിതം. നമ്മൾ ഈ ബിക്കിനി ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മാറ്റി വയ്ക്കേണ്ട സാധനം എന്താണെന്നറിയോ? അതായത് അങ്ങനെ പറയാത്തതാണ് അവന്മാർക്ക് പ്രശ്നം. അവന്മാർക്ക് മാത്രമല്ല, ഇപ്പോൾ അവൾമാരും തുടങ്ങിയിട്ടുണ്ട്. വായ നോക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാതെ. ഞാൻ നല്ല അന്തസ്സായിട്ട് വായ നോക്കാറുണ്ട്. അതായത് ജാനകി, നമ്മൾ ഈ ബിക്കിനി ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മാറ്റി വയ്ക്കേണ്ട സാധനം എന്താണെന്നറിയോ? എന്താ? അതായത് നമ്മളുടെ ഉള്ളിൽ നാണം എന്നുള്ള സാധനത്തിന് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ തുണിയല്ലേ മാറ്റേണ്ടത്? അതായത് നമുക്ക് പണ്ട് മുതലേ നാണവമാനം ഇല്ലാത്തതുകൊണ്ട് അതിവിടെ വിഷയമല്ല. അല്ല, ഞാൻ സീരിയസ്ലി നമ്മൾ എന്താ പറയുക, മോഡലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ബിക്കിനിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബോൾഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോൾഡ് ആവുക എന്നുള്ളതിൻ്റെ മലയാള വാക്ക് ഇത്രേ ഉള്ളൂ. നാണവമാനം ഇല്ലാതാവുക എന്നല്ല, നാണം മാറ്റി വയ്ക്കുക. മെയിനായിട്ട് എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടിക്കഴിഞ്ഞാലും നമ്മൾ അത് ഇടാൻ വേണ്ടി നമുക്ക് പറ്റുക, എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. നമ്മുടെ ബോഡീനെ നമ്മൾ എന്താ പറയുക, നമുക്ക് പറ്റും എന്നങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാൽ അങ്ങ് ചെയ്യുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ തുറിച്ചു നോട്ടങ്ങളൊന്നും ഭയക്കാതെ നമ്മൾ ഇപ്പോൾ അവിടെ നിന്നിട്ട് അവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അല്ലെങ്കിൽ വല്ലാത്ത നോട്ടമൊക്കെ നോക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഒന്ന് ഷാർപ്പായിട്ട് നോക്കി നോക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ എന്തിട്ടാലും അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലങ്ങ് വിചാരിച്ച് ഷാർപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ അവനവിടെ ചമ്മി നാറിപ്പോവും. അത്രേ ഉള്ളൂ. നോർമലി ഇപ്പം നല്ല എന്താ പറയുക, ഭവ്യതയോടെ ഈ പറയുന്ന പോലെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ രീതിയിൽ വസ്ത്രം ധരിച്ച് നടന്നാലും ജംഗ്ഷനിലിരിക്കുന്ന അവന്മാർ 2 കമൻ്റൊക്കെ അടിക്കും. ഈ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഷൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകണേല. അതെ, തിരിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും പറഞ്ഞായിട്ട് അങ്ങനെ അറിയാം? അത്ര ഇതായിട്ടുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞാലേ ഉള്ളൂ. അതായത് അങ്ങനെ പറയാത്തതാണ് അവന്മാർക്ക് പ്രശ്നം. അവന്മാർക്ക് മാത്രമല്ല, ഇപ്പോൾ അവൾമാരും തുടങ്ങിയിട്ടുണ്ട്. വായ നോക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാതെ. ഞാൻ നല്ല അന്തസ്സായിട്ട് വായ നോക്കാറുണ്ട്, പക്ഷെ കമൻ്റ് അടിക്കാറില്ല. ഞാൻ നന്നായിട്ട് ആസ്വദിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ സ്ത്രീ ശരീരം തന്നെയാണ് കണ്ടാസ്വദിക്കാറ്. ഞാൻ പറയാറുണ്ട്, കൊള്ളാം, നല്ല ബോഡി ഷേപ്പാണ്, അല്ലെങ്കിൽ അത് കൊള്ളാം, ഇത് കൊള്ളാം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതേപോലെ അതൊക്കെ ഓക്കെ, നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളത് എന്താ പറയുക ആസ്വദിക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ കമൻ്റ് അടി അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ്. അതെങ്ങനെ പറ്റും എന്നറിയോ? നമ്മൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ പറ്റും. അതാണ് ഈ പറഞ്ഞു വന്നത്. ഈ കമൻ്റ് അടി നിർത്താൻ പറ്റുക എന്നുള്ള സാധനങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളേക്ക് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സമൂഹത്തിന് മാറ്റം വരുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്, പ്രതികരിക്കുമ്പോഴാണ്. അപ്പോൾ അവർക്ക് അവയർനെസ് ഉണ്ടാവും. ഈ പറഞ്ഞ പല കാര്യത്തിലും ഇപ്പോൾ നമ്മൾ എന്തൊക്കെ രീതിയിൽ അവയർനെസ് ആയി, അപ്പോൾ ഇതിലും അവയർനെസ് ആവും, മാറ്റം വരും. ഈ ഒരു എന്താ പറയുക, അവയർനെസ് എന്ന് പറയില്ല, നമ്മളിങ്ങനെ കാര്യങ്ങൾ കമൻ്റ് അടിയല്ല കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ഇതിനെക്കുറിച്ചുള്ള ഇപ്പോൾ കമൻ്റ് അടി ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറയാം. ഒരു സാധനത്തിന് ഓപ്പോസിറ്റ് ഉള്ളത് പ്രതികരണമുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി അങ്ങനെ പറഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മളുടെ സമൂഹത്തിലെ എല്ലാ സാധനത്തിനും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കുറച്ച് ടൈം മാറിക്കോളും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊന്നും ഈ പണ്ടത്തെ കുറേ സാധനങ്ങളൊന്നും എടുക്കാത്ത പിള്ളേരാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആരൊക്കെയോ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലേ? മാറ്റം വരാൻ നമ്മളും മുന്നോട്ട്. നാളെ തൊട്ട് എല്ലാവരും ബിക്കിനി ഇടണമെന്നാണോ ചേച്ചി ചോദിക്കുന്നതെന്നുള്ള ചോദ്യമായിരിക്കും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരിക. അങ്ങനെയല്ല, ബിക്കിനി ഇടാൻ താല്പര്യമുള്ളവർക്ക് ബിക്കിനി ഇടാം. ഈ ഗോവയിൽ വരണം, ബിക്കിനി ഇടണം എന്നൊക്കെ ആഗ്രഹമുള്ള നിറയെ സ്ത്രീകളുണ്ട്. എനിക്കറിയാം. എനിക്ക് വന്ന് കമൻറ്റ്സ് എന്നോട് പറയുന്ന, സംസാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുന്ന കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്കുക. ഇനിയിപ്പോൾ എന്താ പറയുക, ബിക്കിനി ഇട്ട് അങ്ങനെ നടക്കാൻ ഒട്ടും പറ്റാത്തവർ എന്തായാലും ഷെഡി ബ്രേസ്ലെറ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതാണ് അങ്ങനെ വെച്ചിട്ട് സമാധാനിക്കുക. അറ്റ്ലീസ്റ്റ് കണ്ണാടിയുടെ മുന്നിലെങ്കിലും സ്വയം കണ്ടിട്ട് അങ്ങ് സംതൃപ്തി അടയുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൊടുക്കണം ഗൈസ്. നോ നോ, സമ്മതിക്കുന്നില്ല. കണ്ടോ? അതെ, ഞാൻ പറയില്ലേ, കണ്ണാടിയുടെ മുന്നിലെങ്കിലും ഒന്ന് എന്താ പറയുക, ഈ പറഞ്ഞ അല്ല ജാനകിനോട് പറഞ്ഞിട്ട് എന്തായാലും അത് പറഞ്ഞു വന്ന് ഇവിടെയായിരുന്നു. അതായത് കണ്ണാടിയുടെ മുന്നിലെങ്കിലും നിങ്ങളൊന്ന് നിന്ന് നോക്കുക, എന്നിട്ട് സെൽഫി എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും നല്ല ഫോട്ടോ അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. കാരണം ആദ്യമൊക്കെ
ഒരു നാണമുള്ളത് ആദ്യം മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എന്താ പറയുക, അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാൽ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഏത് പാർട്സാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കാണുമ്പോഴാണ് നമ്മളതിനെ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് സെൽഫിയെങ്കിലും എടുക്കുക. ഇനി അല്ല ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറെ എപ്പോഴും കിട്ടുന്ന വരില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെയുള്ള മനുഷ്യരോട് ചിലപ്പോൾ പറഞ്ഞെടുക്കാൻ പറ്റുന്ന വരില്ലല്ലോ. ഇനി നല്ല നിർബന്ധമുണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, അവർ നമ്മൾ പറഞ്ഞ് സെറ്റാക്കാം. ഓൾവേസ് അവൈലബിൾ എന്നൊന്നും ഞാൻ പറയില്ല, ഭയങ്കര തിരക്കുള്ള മനുഷ്യരാണ്. എന്തായാലും ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി. നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ പലർക്കും ഫോട്ടോ എടുക്കാനുള്ള മടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എന്താ പറയുക, ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് അത് മിസ്യൂസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഫോട്ടോ ലീക്കായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഫോട്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ പല സംവിധാനവും ഓരോ സമയത്ത് ഓരോരുത്തർ കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് മോഫിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള സാധനങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല. എന്നാലും പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഫോട്ടോ നമ്മളെടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കാര്യങ്ങളൊക്കെയാണ്, നമ്മളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ആദ്യം നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ വ്യൂ ഓഫ് പോയിന്റിൽ കാണുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഫോട്ടോ എടുത്ത് പോവാം. പിന്നെ ഇനി ഇതെങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലൊന്നും പോയി വീഴരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ മാനസികമായിട്ട് ചെറിയൊരു എന്താ പറയുക വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് ഒന്ന് റിക്കവർ ആവാനേ ഉള്ളൂ. അല്ലാതെ പുറത്തൊരു മനുഷ്യനെ അതെടുത്ത് കൊണ്ടുപോയിട്ട് ആനയാക്കാൻ പറ്റും, കുതിരയാക്കാൻ പറ്റും എന്നൊക്കെ പറയും. നമ്മളത് പേടിക്കുന്നിടത്തോളം കാലമാണ് മറ്റുള്ളവരത് മുതലെടുക്കുക. അപ്പോൾ അതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മളോടുള്ള സെൽഫ് ലവ് എന്ന് പറയില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെങ്ങനെ കാണണം, നമ്മളെന്ത് ധരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂഡായിട്ടാണെന്നുണ്ടെങ്കിലും ബിക്കിനി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കെങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളതും നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടി അറിയാൻ വേണ്ടിയൊക്കെയാണ് ഈ സാധനങ്ങൾ കേട്ടോ. ഈ കാലിൽ ഈ സൂനം ഊരാൻ പറഞ്ഞിട്ട് ഊരാൻ എന്താ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു മോഡൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ, എങ്ങനെ നമ്മളെ മറ്റുള്ളവർ കാണണം എന്നുള്ളത് നമ്മളാദ്യം തീരുമാനിക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെ ചെയ്താലും തോന്നിയ രീതിയിൽ കാണുന്ന കുറേ അമ്മമാരുണ്ട്, അവരൊന്നൊക്കെ നമുക്ക് പറ്റൂല. പോട്ടെ, നല്ല രസമുണ്ടല്ലേ. എന്താ ഇതൊന്നല്ല, വേറൊരു ഗംഭീര ബനിയൻ ട്രീ ഉണ്ട്. ഓഹ്, എന്ത് ആംബിയൻസ് ആണെന്ന് അറിയോ, പൊള്ളിയാണ്, അടിപൊളി സ്ഥലമുണ്ട്. വെള്ളം കണ്ട അപ്പം മുള്ളാൻ തോന്നുന്ന നദിയാണ്. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് പ്രായം കൂടിയാണ്. പ്രായത്തിൻ്റെ അതിപ്രസരം കാരണം ഇപ്പം പലതും നമ്മളുടെ കൺട്രോളിലില്ല. ഐ മീൻ മൂത്രശങ്ക പിടിച്ചെടുത്താൻ പറ്റുന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്, തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ എന്തിനെടുത്ത് വയ്ക്കുന്നത്? ഒരു സാധനം പറയാനും ചെയ്യാനും പറ്റില്ല. ഇതിപ്പോൾ കേട്ടോ, നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ അട്ടക്കുഴി കിടക്കുന്നതിനെ കുറിച്ച് പറയും, അതും എടുത്തു വയ്ക്കും. എൻ്റെ ക്യാമറാമാനെ കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇങ്ങനെ മാക്സിമം കണ്ടൻറ്റ് ബിഹൈൻഡ് ദ ഫോട്ടോഷൂട്ട് ആന ചേരാന്നൊക്കെ ഞാൻ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്ന കാരണം തുമ്മാനും തൂറാനും വരെ വിടൂല, എല്ലാം പകർത്തി വയ്ക്കും. ഇവിടെ നിന്ന് നമ്മൾ തുമ്പ ഉണ്ടായാലോ, തുമ്പ എക്സ്പോർട്ടിങ്. ഗോവയിൽ ഒരു ബിസിനസ് തുടങ്ങിയാണോ? ഇതിൻ്റെ വിത്ത് പറ്റില്ലേ, ആ ഉണങ്ങിയത് വിത്തല്ലേ. ഇന്ന് ഉറങ്ങുവാണോ? ഇടയ്ക്ക് ചിരിക്കണം കേട്ടോ. ആ കണ്ണാടി മാറ്റിയാലേ ഭാവങ്ങൾ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ മറ്റേ ഇതുപോലെയാ, കണ്ണാടി മാറ്റിയൊക്കെ കണ്ണ് കോങ്ങണ്ടത് അവിടേക്കാന്ന്. ഇത് ഈ വക സൂനയൊക്കെ ഇട്ടിട്ട് കൈ വെക്കുമ്പോഴത്തേക്കും കൈ സൂക്ഷിച്ച് വെക്കണം. താളം പിടിക്കാൻ ബെസ്റ്റ് സ്ഥലം. കാറ്